ഒരു പരിഷ്കർത്താവായിരുന്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ ചരിത്രം, ആ ചരിത്രത്തിൽ നിന്ന് നമുക്ക് ധാരാളം പാഠങ്ങളുണ്ട്. ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയാതെ നമുക്ക് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയുക സാധ്യമല്ല. നമുക്കറിയാം, ഉമർ റളിയല്ലാഹു അൻഹു നാട്ടുകാരുടെ ക്ഷേമാന്വേഷണങ്ങൾ തിരക്കാൻ വേണ്ടി രാത്രിയിൽ വേഷപ്രച്ഛന്നനായിട്ട് പുറപ്പെടുമായിരുന്നു. ഖലീഫയാണ് നടക്കുന്നതെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവാതിരിക്കാൻ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പുറപ്പെടുമ്പോ ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു ഒരു വീട്ടിൽ നിന്ന് ഒരു വർത്തമാനം, ഒരു സ്ത്രീയുടെ വർത്തമാനം കേട്ടു. ആ സ്ത്രീ അവരുടെ മകളോട് പറയാണ്, മോളെ പാലിൽ വെള്ളം ചേർക്കണം, നാളെ നേരം വെളുത്താൽ നമുക്ക് പാല് വിൽക്കാനുള്ളതാണ്. മകൾ മാതാവിനോട് പറയുന്നുണ്ട്, പ്രിയ മാതാവേ, ഉമ്മ, ഖലീഫ അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്യരുതെന്ന് അമീറുൽ മുഅ്മിനീന്റെ ഉത്തരവുണ്ട്. പൊന്നു മോളെ, അതിന് അമീറുൽ മുഅ്മിനീൻ ഇത് കാണുന്നില്ലല്ലോ. അമീറുൽ മുഅ്മിനീൻ നമ്മുടെ ചെയ്തികളും നമ്മുടെ വാക്കുകളും കേൾക്കുന്നില്ലല്ലോ, കാണുന്നില്ലല്ലോ. പിന്നെ എന്തിനാണ് നീ പേടിക്കുന്നത്? ഇല്ലം യറനാ ഉമർ വല്ലാഹു യറാനാ. അമീറുൽ മുഅ്മിനീൻ നമ്മളെ കാണുന്നില്ലെങ്കിലും, ഉമർ നമ്മളെ കാണുന്നില്ലെങ്കിലും അല്ലാഹു നമ്മളെ കാണുന്നു. അത് വല്ലാത്തൊരു വർത്താനായിരുന്നു. ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ പുത്രൻ ആസിം റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് ഈ പെൺകുട്ടിയെ വിവാഹാന്വേഷണം നടത്തുക, അവരതിനെ യോജിക്കുകയാണെങ്കിൽ, അവരതിനോട് താല്പര്യം പ്രകടിപ്പിക്കുകയാണെങ്കിൽ, സമ്മതിക്കുകയാണെങ്കിൽ വിവാഹം നടത്തുക എന്നതായിരുന്നു ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ തീരുമാനം. അങ്ങനെ അദ്ദേഹം സ്വന്തം പുത്രൻ ആസിം റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു, ആസിം മോനെ, നിനക്ക് ഞാൻ സത്യസന്ധതയും വിശ്വസ്തതയുമുള്ള ഒരു പെൺകുട്ടിയെ നിർദ്ദേശിച്ചു തരാം. നീ അവളെ വിവാഹാന്വേഷണം നടത്തണം. ആ പെൺകുട്ടിയെ ആസിം റളിയല്ലാഹു അൻഹു വിവാഹാന്വേഷണം നടത്തുകയും ആ കുടുംബം യോജിക്കുകയും ആസിം റളിയല്ലാഹു അൻഹു ആ പെൺകുട്ടിയെ വിവാഹം ചെയ്യുകയും ചെയ്തു. ആ പെൺകുട്ടിക്ക് പുരുഷ സന്താനങ്ങളൊന്നും ഉണ്ടായില്ല. ആകെ ഉണ്ടായത് ഒരു പെൺകുട്ടിയായിരുന്നു. ആ പെൺകുട്ടിക്ക് ആകെയുണ്ടായത് ഒരു പെൺകുട്ടിയായിരുന്നു. ആസിം റളിയല്ലാഹു അൻഹുവിന് വേറെ ഭാര്യമാരിൽ പുരുഷ സന്താനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് കേൾക്കുന്നു ചരിത്രത്തിൽ. പക്ഷെ ആ പെൺകുട്ടിയിൽ ഒരു പെൺകുട്ടിയെ ഉണ്ടായുള്ളൂ. ആ പെൺകുട്ടിയായിരുന്നു ചരിത്രത്തിൽ നമ്മൾ മുജദ്ദിദ് എന്ന് വിശേഷിപ്പിക്കുന്ന മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ്.